ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് വേണ്ടുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡയഗണലൈസേഷൻ എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഒരു നോൺ ഡയഗണൽ മെട്രിക്സിനെ നമുക്ക് എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സിന് സിമിലറായിട്ട് എഴുതാൻ പറ്റുന്ന പ്രോസസ്സിനെയാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്, എഴുതുന്ന പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോണിക് സെക്ഷൻസ് ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ +1 ക്ലാസ്സസിലെല്ലാം. അപ്പം എന്തൊക്കെയാണ്? സർക്കിൾ, എലിപ്സ്, പാരാബോള, ഹൈപ്പർബോള, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ജനറലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എലിപ്സ്, ഹൈപ്പർബോള ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ജനറലൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ക്വാഡ്രിക് സർഫസ് എന്ന് പറയുന്നത് 3D ഇമേജ് ആയിട്ടൊക്കെ വരും. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ക്വാഡ്രിക് സർഫസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡയഗണലൈസേഷൻ എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കി, കൺസിഡർ എ കോണിക് സെക്ഷൻ, എലിപ്സ് ഓർ ഹൈപ്പർബോള വിത്ത് സെൻറ്റർ അറ്റ് ദ ഒറിജിൻ ഹാസ് ദ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഒരു കോണിക് സെക്ഷന് ജനറൽ ഫോർമുലയാണ് പറഞ്ഞത്. അറ്റ് ദ സെൻറ്റർ അതിൻ്റെ കോണിക് സെക്ഷൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? ഒറിജിനിലാണ്. 0, 0 എന്ന് പറഞ്ഞ പോയിൻ്റാണ്. അപ്പോൾ നോക്കി, ആ ഇക്വേഷനാണ് ax² + 2hxy + by² = k. ഈ ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത് ഒരു കോണിക് സെക്ഷൻ്റെ ജനറൽ ഫോർമുല. ഇത് ഓർത്തിരിക്കുക. അതായത് x² ഒരു കോഎഫിഷ്യൻറ്റ് കാണും. x² + 2hxy + by² = k. k is a constant. a, b, h and k are constants. ഇനി ഇതിൻ്റെ മെട്രിക്സ് ഫോമിൽ ഇതിനെ എങ്ങനെ എഴുതാം? ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്കൊരു ഇക്വേഷൻ തരുന്നത്. ഒരു കോണിക് സെക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. ആ ഇക്വേഷനെ നിങ്ങൾ മെട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതുന്നു എന്ന് നോക്കാം. കാരണം മെട്രിക്സ് ഫോമിലേക്ക് ആക്കിയിട്ടാണല്ലോ നമ്മൾ ഡയഗണൽ മെട്രിക്സ് ആക്കുന്നത്. അപ്പോൾ മെട്രിക്സ് ഫോമിലേക്ക് ഇതേ ഇക്വേഷനെ നമ്മൾ മാറ്റി എഴുതുന്നത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ മാറ്റി എഴുതുന്നത് ഇങ്ങനെയാണ്. xy ഇൻറ്റു നോക്കി AHHB xy = എന്താണ്? k. നോക്കി, ഇതേ ഇക്വേഷനെ ട്രാൻസ്ഫോം ചെയ്ത മെട്രിക്സ് രീതിയിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ax² + 2hxy + by². ഇപ്പോൾ നോക്കി, ഇവിടെ കിട്ടി ഈ ഇക്വേഷൻ, ഈ ഒരു മെട്രിക്സ് നോക്കി, എന്തെങ്കിലും പരിചയമുണ്ട് ഈ മെട്രിക്സ്? ഇപ്പോൾ ഇങ്ങനെ എഴുതുന്ന മെട്രിക്സിൽ AHHB എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കി. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എങ്ങനെ വരുന്നത്? AHHB ഇല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ വരും? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന മെട്രിക്സ് എങ്ങനത്തെ മെട്രിക്സ് ആയിരിക്കണം കിട്ടുന്നത്? നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, സിമെട്രിക് മെട്രിക്സ് കിട്ടിയാൽ നിങ്ങൾക്ക് ഡയഗണലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, ഐഗൻ വെക്ടേഴ്സ്, ഏത് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അങ്ങനെ ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക, അതിനെ കറസ്പോണ്ടിങ് ട്രാൻസ്പോസ് എഴുതി ഒരു മോഡൽ മെട്രിക്സ് ഉണ്ടാക്കുക. പിന്നെ എന്താണ്? M ഇൻവേഴ്സ് AM എന്നുള്ള ഫോമിൽ എഴുതുക. അതാണ് അപ്പോൾ കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും എന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ ഫസ്റ്റ് നമ്മൾ എന്താ എടുക്കുക? ഇതിനൊരു M എന്ന് വിളിക്കുക. അപ്പോൾ ജനറലി നമുക്ക് എന്ത് വരും? xy AHHB xy = k. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് xy എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ xy എന്ന് പറഞ്ഞാൽ, അപ്പം xy AHHB എന്ന് പറഞ്ഞ മെട്രിക്സിന് ഒരു M എന്ന് വിളിച്ചാൽ which is equal to k, where M is equal to AHHB. ഇനി നോക്കിയേ, ഇനി നമുക്കറിയാം എക്സും y x', y' എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് XYനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? റൊട്ടേഷൻ മെട്രിക്സ് എന്ന് പറയും, റൊട്ടേഷൻ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് കോർഡിനേറ്റ്സ് ആണെന്ന് വിചാരിക്കുക, XY x', y'. അപ്പോൾ ഈ രീതിയിൽ എഴുതിയാൽ ഈ ഒരു ഇക്വേഷനിൽ എന്താണ്? ഇതിനെ C എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. സം C എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. xy = some C × x', y'. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. തൊട്ട് മുകളിലുള്ള ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതിയായിരുന്നു. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 2. ഇനി നോക്കി, ഇപ്പോൾ ഇതിന് ഈ ഒരു ഇക്വേഷൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 2ൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? XYയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും? ഇങ്ങനെ വരും. അതുപോലെ തന്നെ എന്താണ്? x' ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം? ഇതൊരു A ഇതൊരു B എന്ന് വിളിച്ചാൽ AB the whole ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം?
ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതേ പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ് ഡാഷ് വൈ ഡാഷിനെ ട്രാൻസ്പോസ് ഇൻറ്റു സി എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സി എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്കറിയാമായിരുന്നല്ലോ തൊട്ട് മുകളിൽ എഴുതിയത്. അപ്പോൾ ഇതിങ്ങനെ വരും. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്നും കൊടുക്കുക. ഇനി നോക്കി ഇതിനെ ഒന്നുകൂടി ചുരുക്കി എഴുതിയാൽ നമുക്ക് എന്ത് പറയാം? എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഡാഷ്, സോറി ഇവിടെ വൈ ഡാഷ് ഉണ്ട് കേട്ടോ, എക്സ് ഡാഷ് വൈ ഡാഷ് ഇൻറ്റു എന്താണ്, ഇതിനെ നമ്മൾ സി എന്നായിരുന്നു വിളിച്ചു. അപ്പോൾ ഇതിനെ അല്ല, ഇതിന് മൈനസ് വരുന്നത് തൊട്ട് മുകളിൽ സി എന്നായിരുന്നു. അപ്പോൾ ഇതിന് ട്രാൻസ്പോസ് എടുത്തപ്പോൾ ഇതെന്താ, സി ട്രാൻസ്പോസ് എന്ന് കിട്ടി. ഓർ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്, സി ട്രാൻസ്പോസ്, സി ഇൻവേഴ്സ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതെന്താണെന്ന് പറയാം, വിച്ച് സി ആൻഡ് ഓർത്തോഗണൽ മെട്രിക്സ്. ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം, എന്താണ്, സി ട്രാൻസ്പോസ് ഇൻറ്റു സി എന്ന് കേട്ടോ. ഇനി തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ അനുസരിച്ച് ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, എക്സ് ഡാഷ് വൈ ഡാഷ് ഇൻറ്റു സി ഇൻവേഴ്സ് എം സി ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു എം. കാരണം ഇതിനകത്തോട്ട് എന്താ ചെയ്തു, നമ്മളൊരു സി ഇൻവേഴ്സ് സീനെ മൾട്ടിപ്ലൈ ചെയ്തു. വേർ ഇഫ് സി ഇസ് എ മെട്രിക്സ് വിച്ച് ഡയഗണലൈസസ് എം, സി എന്ന് പറഞ്ഞ മെട്രിക്സ് എമ്മിനെ ഡയഗണലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഇക്വേഷൻ 4 ഈസ് ആൻ ഇക്വേഷൻ ഓഫ് ദ കോണിക് സെക്ഷൻ റിലേറ്റീവ് ടു ഇറ്റ്സ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് ഉദ്ദേശിച്ച് എക്സ് വൈ ആക്സിസ് ആണ്, കോർഡിനേറ്റ് ആക്സിസ്. അപ്പം നിങ്ങൾക്ക് ഒരു മെട്രിക്സ് സി, ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ഈ തിയറി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് അങ്ങനെ മനസ്സിലായില്ലെങ്കിലും പ്രോബ്ലം വൈസ് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണ് ഇപ്പോൾ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ സി ഒരു മെട്രിക്സ് അത് എമ്മിനെ ഡയഗണലൈസ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായിരിക്കും, പ്രിൻസിപ്പൽ ആക്സിസിന് നേരെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കോണിക് സെക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അതായത് നോക്കാം എന്താണെന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം എന്താണ് ഈ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ചിതിലേക്ക് തന്നെ വരാം. അപ്പോൾ എക്സാമ്പിൾ ഒന്ന് നോക്കി, കൺസിഡർ ദ കോണിക് സെക്ഷൻ എന്താണ്, 5x² - 4xy + 2y² = 30. ഇതാണ് നമ്മുടെ കോണിക് സെക്ഷൻ്റെ ഇക്വേഷൻ. ഇതിൻ്റെ മെട്രിക്സ് ഫോമിൽ എഴുതുന്നത് എങ്ങനെ, തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞായിരുന്നു, എക്സ് വൈ, നമ്മുടെ മെട്രിക്സ് എന്തുവായിരുന്നു പറഞ്ഞത്, എ എച്ച് എച്ച് ബി. അപ്പോൾ നമ്മുടെ എഴുതിയിരുന്ന ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ax² plus 2hxy plus by² ഇങ്ങനെ ഈക്വൽ ടു സം k ഇങ്ങനെ എഴുതുവാണെങ്കിൽ അതിനകത്തുനിന്ന് ഈ മെട്രിക്സ്. അപ്പോൾ x²ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ആരെന്ന് പറയുന്നത് നമ്മുടെ എ. അപ്പോൾ നമ്മുടെ മെട്രിക്സ് x²ൻ്റെ കോയിഫിഷ്യൻ്റ് ആരാണ് ഇവിടെ, 5. ഇനി നോക്കി 2h എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 2h എന്ന് പറയുന്നതാണ് ആരെന്ന് പറഞ്ഞാൽ -4. 2h എന്ന് പറയുന്നതാണ് ആര്, നമ്മുടെ -4. അങ്ങനെയാണ് h എന്ത് വരും, -2 ആണല്ലോ വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും എന്താ, ഇവിടെ -2, ഇവിടെയും -2. ഇനി എന്താണ് ഇവിടെ വരുന്ന അടുത്ത കോയിഫിഷ്യൻ്റ്, ബി എന്ന് പറയുന്ന ആരാണ്, y²ൻ്റെ കോയിഫിഷ്യൻ്റ്. y²ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2. അപ്പോൾ ഇത് എഴുതിയത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം. നമുക്ക് തന്നിരിക്കുന്ന കോണിക് സെക്ഷൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, ax² + 2hxy + by² = k എന്നാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാമെന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു, എക്സ് വൈ ഇൻറ്റു ഇങ്ങനെ എഴുതാം, എക്സ് വൈ ഇൻറ്റു ഈ ഒരു മെട്രിക്സ് ഇൻറ്റു എന്താണ്, എക്സ് വൈ ഇങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്, ഈക്വൽ ടു സം k എന്ന് ഇങ്ങനെ എഴുതാം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതാ ഈ ഇങ്ങനെ എഴുതുന്നതിന് നമ്മളിപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഇക്വേഷനിൽ നിന്നും നിങ്ങൾ എന്തെടുത്തു, ഇതിനകത്തുനിന്ന് ആ മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, ഇങ്ങനൊരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്ത്. ഈ ഒരു നടുക്ക് വരുന്ന മെട്രിക്സ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. എങ്ങനെയാണ്, എച്ച് ബി എന്നുള്ള മെട്രിക്സ് ആണ്. എച്ച് എന്ന് പറയുന്നത് നമുക്ക് ആ ഇക്വേഷനിൽ നമുക്ക് തരുന്നത് എച്ചും, ആ ഒരു ഇക്വേഷനിൽ നമുക്ക് തന്നിരുന്നിരിക്കുന്ന എച്ച് എന്ന് പറയുന്നത് 2hxy എന്നാണ്. അപ്പോൾ 2hൻ്റെ പകരമാണ് ഇവിടെ -4 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. നമ്മുടെ ജനറൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് നമുക്കറിയാമല്ലോ, ax² + 2hxy + by² = k എന്നാണ്. അപ്പോൾ അതാ ഈ ഇക്വേഷനുമായിട്ട് അത് ജനറലി നോക്കി, എക്ക് പകരം എന്താണ് ഇവിടെ 5, 2hന് പകരമാണ് ആരെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നേക്കുന്നത് -4, y² എന്നതിൻ്റെ കോയിഫിഷ്യൻ്റാണ് ബി. അപ്പോൾ എന്താണ്, 2 ആണ് ബി എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ എന്താണ് വന്നത്, 5, എച്ചിൻ്റെ വാല്യൂ എന്താണ് വരുന്നത്, -2. എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ, 2hന് പകരമാണ് -4 വന്നത്, അപ്പോൾ h = -2. ഇനി അടുത്ത എന്താണ്, ബിക്ക് വാല്യൂ വന്നതാണ് എന്തെന്ന് പറയുന്നത്, 2. അപ്പോൾ ഈ 3 വാല്യൂസ് ഇതാണ് ഇവിടെ ഈ മെട്രിക്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു
ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 30 റൈറ്റ് സൈഡിൽ കെ കോൺസ്റ്റൻറ്റ്. ഇനി നോക്കി, നമ്മളുടെ എം എന്ന് പറയുന്നത് ഇതായിരുന്നു. ഈ മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണോ? ആണ്, കാരണം എം ട്രാൻസ്പോസ് എന്ന് പറയുന്നതും എമ്മും എന്താണ്, ഈക്വൽ തന്നെയാണ് വരുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, നമ്മൾ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയഗണലൈസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഡയഗണലൈസ് ചെയ്യുന്ന സം സി കണ്ടുപിടിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം എമ്മിനെ നിങ്ങൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ച് ഐഗൻ വാല്യൂസ് ഡയഗണലൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രോസസ്സ് എന്തൊക്കെയാണ്? എം ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിനെ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ വെച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഫസ്റ്റ് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, ഫസ്റ്റ് അതിനൊരു ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയാൽ മതി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എം മൈനസ് ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിനകത്തെ എന്താണ്, നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സ് ആണ് ഇത്. തന്നിരിക്കുന്ന മെട്രിക്സ് ഇത്. അതിനകത്തുനിന്ന് എന്ത് ചെയ്താൽ മതി? എൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? എം മൈനസ് ലാംഡ, 5 മൈനസ് ലാംഡ മൈനസ് 2. അടുത്ത് എന്താണ്? എം മൈനസ് ലാംഡ എന്ന, അപ്പോൾ എം എന്ന് പറഞ്ഞാൽ ഇതാണ്, മൈനസ് ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുന്നത് എന്താ? 1 0 0 1. അപ്പോൾ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ലാംഡ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും ലാംഡ വരും, ഇവിടെയും ലാംഡ വരും, അല്ലാതെ ഒന്നും വരത്തില്ല. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഏതിനൊക്കെ മാറ്റം വരത്തുള്ളൂ? 5 ഇവിടെ മൈനസ് ലാംഡ, അപ്പോൾ 5 മൈനസ് ലാംഡ. അടുത്ത വരുന്നത് എന്താണ്? -2 -0, അപ്പോൾ അത് -2 എന്ന് തന്നെ വരും. -2 -0 അത് -2 എന്ന് തന്നെ വരും. പിന്നെ എന്താണ്? 2 മൈനസ് ലാംഡ. അതായത് ഡയഗണൽ എലമെൻറ്റ്സിന് മാത്രമേ മാറ്റം വരത്തുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ കുറേ പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രിക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഫുള്ള് ഇത്രയൊന്നും എഴുതേണ്ടി വരത്തില്ല, ഇങ്ങനെയൊന്നും ജസ്റ്റ് ഡയറക്റ്റ്ലി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കടക്കാൻ പറ്റും. അപ്പോൾ നോക്കി, ഇതിൽ നിന്നും ഡിറ്റർമിനന്റ് ഓഫ് എം മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഇതിനെ ഡിറ്റർമിനന്റ് എടുക്കുന്നു. എം മൈനസ് ലാംഡയുടെ ഡിറ്റർമിനന്റ് എടുക്കാൻ അറിയാമല്ലോ. 5 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് -2 ഇൻറ്റു -2 -4. അപ്പോൾ 4 എന്താ വരുന്നത്? 4. സോറി, -2 ഇൻറ്റു -2 4 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി നോക്കി, ഇത് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാമല്ലോ. സാധാരണ എക്സ്പാൻഷൻ എല്ലാം ചെയ്യുമ്പോൾ 10 മൈനസ് 5 ലാംഡ മൈനസ് 2 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് വരും. അതിൽ നിന്ന് ഷോർട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ലാംഡ ടേംസ് എല്ലാം ഷോർട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താ? ലാംഡ സ്ക്വയർ മൈനസ് 7 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിനെ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഗുണിക്കുമ്പം, അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം വരണം, ആഡ് ചെയ്യുമ്പോൾ -7ഉം വരണം എന്നുള്ളത്. ഏത് നമ്പറിനായിരിക്കും വരുന്നത്? 6ഉം 1, -6ഉം -1. അപ്പോൾ ലാംഡ മൈനസ് 6 ഇൻറ്റു ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വരുന്നു. അപ്പോൾ ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 6 ഈക്വൽ ടു 0 ആണ്. ലാംഡ ഈക്വൽ ടു എന്തോന്ന് പറയാം? 1 ആൻഡ് 6 ആണെന്ന് പറയാം. ഇനി നമ്മൾ ലാംഡ എന്ന് പറയുന്ന ആരാ നമുക്കറിയാം, എന്താണ്? നമ്മളുടെ ഐഗൻ വാല്യൂ ആണ്. അപ്പോൾ ഐഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ലാംഡ ഈക്വൽ ടു 1. ലാംഡ ഈക്വൽ ടു 1 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഐഗൻ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഐഗൻ വെക്ടേഴ്സ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് അറിയാം. എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ബാർ ഈക്വൽ ടു 0. ഇനി ഇവിടുത്തെ ലാംഡയുടെ വാല്യൂ ഇപ്പോൾ എന്ത് കൊടുക്കണം? 1. അതായത് എ മൈനസ് ഐ ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് ബാർ ഈക്വൽ ടു 0. എക്സ് ബാർ എന്ന് പറയുന്നത് ആരാന്നറിയാം? x1 x2 എന്ന് പറഞ്ഞാൽ വെക്ടറാണ്. അപ്പോൾ എ മൈനസ് ഐ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്? 4 മൈനസ് 2 1 ഇൻറ്റു x1 x2 ഈക്വൽ ടു 0. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻ കിട്ടും. 4x1 -2x2 ഈക്വൽ ടു 0, അതുപോലെ -2x1 പ്ലസ് x2 ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന, അതായത് ഡയഗണലൈസേഷനിൽ പഠിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഐഗൻ വെക്ടർ കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് എന്താണെന്ന് വിളിക്കാം? ദെൻ വി ഫൗണ്ട് സി സച്ച് ദാറ്റ് അതിനൊരു ഐഗൻ വെക്ടർ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടുന്നതാണ്ട് ഇതായിരിക്കും, 1 0 എന്നായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ കിട്ടുന്ന അടുത്ത വെക്ടർ വേണം ഒരെണ്ണം ചെയ്ത് കാണിക്കാം. 4x1 - 2x2 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് x1 എന്ത് വരും നിങ്ങൾക്ക്? ഈ ഇക്വേഷനിൽ നിന്ന് 4x1 ഈക്വൽ ടു 2x2 എന്ന് വരും. അതായത് എന്ത് വരും? x1 ഇസ് ഈക്വൽ ടു x2 ഈക്വൽ ടു എന്തോ വരും? 2x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. ആണല്ലോ, 2x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്താലും നിങ്ങൾക്ക് എന്താ വരുന്നത്? -2x1 ഈക്വൽ ടു ഒരു സെക്കൻഡ്
ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയത്. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? -2x1 = -x2 എന്ന് വരും. അതിൽ നിന്ന് x1 x2 = എന്തോന്ന് വരാം? സെയിം തന്നെ വരുന്നത് അല്ലേ? x2 = 2x1. അപ്പോൾ നമുക്ക് എന്താണ് ഇത് രണ്ടിനകത്തുനിന്ന് x2ൻ്റെ വിലയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ജസ്റ്റ് x1-ന് 1 എന്ന് കൊടുക്കുക. അപ്പോൾ x1 1 ആണെങ്കിൽ x2 എന്ത് വരും? 2 1 2 എന്ന് പറയുന്ന ഒരു വെക്ടർ കിട്ടും. അതുപോലെ കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഇതേപോലെ തന്നെ വേറെ അടുത്ത λ നെക്സ്റ്റ് വാല്യൂ എന്താണ്? λ = 6 എന്ന് പറയുമ്പോഴും ഇതുപോലെ ഒരു വെക്ടർ കിട്ടും. ഇപ്പം ഐഗൻ വെക്ടേഴ്സ് എല്ലാം സെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ജനറലി ഇവിടെ ഞാൻ സോൾവ് ചെയ്ത് അങ്ങനെ ഒരു എം കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ പ്രോസസ്സാണ്. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഐഗൻ വെക്ടേഴ്സിനെ എല്ലാം പെറുക്കി എഴുതി മോഡൽ മെട്രിക്സ് ഉണ്ടാക്കി എഴുതി. ആ മോഡൽ മെട്രിക്സിനെ എല്ലാം എന്താണ് അതിൻ്റെ എം ഇൻവേഴ്സ് എ, അതായത് ഇവിടെ ആ മോഡൽ മെട്രിക്സിനെയാണ് ഞാൻ സി എന്ന് വിളിച്ചത്. അപ്പോൾ സി ഇൻവേഴ്സ് എം സി എന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡയഗണൽ മെട്രിക്സ് ഇതായിരിക്കും 1 0 6 0 6. അതായത് ഈ 1ഉം 6 നോക്കി, 1ഉം 6 നിങ്ങളുടെ ഐഗൻ വാല്യൂസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത്രയും പ്രോസസ്സ് ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു ഐഗൻ വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ഇപ്പോൾ ചെയ്ത പോലെ ഒരു ഐഗൻ വെക്ടർ കിട്ടും. ഇപ്പോൾ λ = 1-നും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഐഗൻ വെക്ടർ കിട്ടും. λ = 6-നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ കിട്ടും. അതിനെ പെറുക്കി ട്രാൻസ്പോസ് ആക്കി മെട്രിക്സിൽ എഴുതുമ്പോൾ അത് സി എന്ന് വിളിക്കുക അതിനെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ സി ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഈ ഒരു ഇക്വേഷന് ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി ഇൻവേഴ്സ് എം സി കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും 1 0 0 6. അതായത് 1ഉം 6ഉം ആരായിരുന്നു നിങ്ങളുടെ ഐഗൻ വാല്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയ മെട്രിക്സ് എന്ത് മെട്രിക്സാണ്? ഡയഗണൽ മെട്രിക്സ് ആണല്ലോ കിട്ടിയത്. അപ്പോൾ ഇതാ നോക്കി, നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ഫോമിലേക്ക് ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കൊരു കോണിക് സെക്ഷൻ, നിങ്ങൾക്കൊരു ഇക്വേഷൻ എന്നിട്ട് ഒരു കോണിക് സെക്ഷൻ്റെ ജനറലൈസേഷൻ ആയിട്ടുള്ളൊരു ഇക്വേഷൻ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് നിങ്ങൾ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന, അതിൽ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് എന്താണ്? സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഹെർമീഷ്യൻ ആണെങ്കിൽ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ എല്ലാം സെയിം ഇതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. Then the equation of the conic relative to the principal axis. കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? കൺസിഡർ ദ കോണിക് ദിസ്. ഇതിനെ എന്താക്കണം? ഡയഗണലൈസബിൾ ആക്കണം. അതായത് നമ്മുടെ മെട്രിക്സ് നിങ്ങളിപ്പോൾ തൊട്ട് മുകളിൽ ഇപ്പോൾ പഠിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് കിട്ടി, റൊട്ടേഷൻ ചെയ്ത് എഴുതിയാൽ സി എക്സ് ഡാഷ് വൈ ഡാഷ് ഇൻറ്റു സം സി ഇൻവേഴ്സ് എം സി. സി ഇൻവേഴ്സ് എം സി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡി എന്ന് പറയുന്ന മെട്രിക്സ് ഇപ്പോൾ കിട്ടുന്ന ഡയഗണൽ മെട്രിക്സ് ഇസ് ഈക്വൽ ടു കെ. അതായത് സി ഇസ് എ മെട്രിക്സ് വിച്ച് ഡയഗണലൈസസ് എം ആൻഡ് then 4 is an equation of the conic related to പ്രിൻസിപ്പൽ ആക്സിസ്. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു എന്താണ് കോണിക് സെക്ഷൻ്റെ ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് നമ്മളുടെ XY, അതായത് XY ആക്സിസിലുള്ള ഒരു നിങ്ങൾ എടുക്കുന്ന കോണിക്കിനെ നിങ്ങൾക്ക് എന്താണ് റൊട്ടേറ്റ് ചെയ്ത് ഒരു തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് സം എക്സ് ഡാഷ് വൈ ഡാഷിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു ക്വാഡ്രിക് സർഫസിൽ കിട്ടും എന്നാണ് പറയുന്നത്. അതെന്താ നോക്കിക്കോ, ജസ്റ്റ് ഒരു ഗ്രാഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ എക്സ് വൈ, ഇതാണ് നിങ്ങളുടെ ഒറിജിനൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിനെ ഒരു തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തപ്പം നിങ്ങൾക്ക് കിട്ടിയ ആക്സിസ് ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളുടെ തീറ്റ ആംഗിൾ. അതായത് XY എന്ന് പറയുന്ന ഒരു ആക്സിസിലുള്ള നിങ്ങളുടെ കോണിക് സെക്ഷനെ തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്ന ഒരു എന്താണ് ആക്സിസിലേക്ക് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന ക്വാഡ്രിക് സർഫസിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ ഡയഗണലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് ഉദ്ദേശിക്കുന്ന XY ആക്സിസ് ആയിട്ടോ. ആൻഡ് അപ്പോൾ നമുക്കിപ്പോൾ നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ എവിടം വരെയായിരുന്നു നമ്മൾ ചെയ്തത്?
ഇങ്ങനെ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്കൊരു മെട്രിക്സ് ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞു. ദെൻ ദ ഇക്വേഷൻ ഓഫ് ദ കോണിക് റിലേറ്റഡ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് ദ കോണിക് എന്ന് പറയുന്ന കോണിക് സെക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ ഇങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ വരും, എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് 6y ഡാഷ് ൻ്റെ സ്ക്വയർ ഈക്വൽ ടു സം 30. അതായത് എക്സ് വൈയിലുള്ള ഒരു മെട്രിക്സ് നമ്മൾ ഇതിന് നമ്മുടെ ഇക്വേഷൻ ജനറലി ഇങ്ങനെ ആയിരുന്നു, എക്സ് വൈ ഇൻറ്റു സം എം ഇൻറ്റു എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പോൾ ഇതിനെ എക്സ് ഡാഷ് വൈ ഡാഷ് അല്ല, എക്സ് വൈ എന്ന് തന്നെ ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇക്വേഷനെ നിങ്ങൾ എങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്തു, എക്സ് ഡാഷ് വൈ ഡാഷ് ഇൻറ്റു സം സി ഇൻവേഴ്സ് എം സി ഇൻറ്റു, വൃത്തിയായിട്ട് എഴുതാം, നമ്മൾ എഴുതിയിരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു, എക്സ് വൈ ഇൻറ്റു സം എം ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു സം കെ. നമ്മുടെ കോണിക് സെക്ഷനിൽ നമ്മളൊരു മെട്രിക്സ് ആണ് എം എന്ന് പറയുന്നത്, ഇങ്ങനെ ആയിരുന്നു എഴുതിയത്. ഇതിനെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്തെന്താ, ഇത് എക്സ് വൈ ആക്സിസ്, നിങ്ങളുടെ പ്രിൻസിപ്പൽ ആക്സിസിലുള്ള കോണിക് സെക്ഷനെ നിങ്ങൾ ക്വാഡ്രിക് സർഫേസിലോട്ട് ജനറലൈസ് ചെയ്ത്, അപ്പം നിങ്ങളുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി എന്നാണ് പറഞ്ഞത്, എക്സ് ഡാഷ് വൈ ഡാഷ് ഇൻറ്റു സം സി ഇൻവേഴ്സ് എം സി ഇൻറ്റു എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു സം എന്താണ്, കെ എന്ന് തന്നെ കിട്ടി. ഈ ഒരു ഫോമിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് ഇതിനെ നമ്മൾ ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ എക്സ് ഡാഷ് വൈ ഡാഷ് ഇൻറ്റു സം ഡി ഇൻറ്റു എക്സ് ഡാഷ് വൈ ഡാഷ്, അതായത് നിങ്ങൾ എക്സ് വൈ പ്ലെയിനിലുള്ള പ്രിൻസിപ്പൽ ആക്സിസിലുള്ള നിങ്ങളുടെ കോണിക് സെക്ഷനെ ഒരു തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങളതിനെ എന്താണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ക്വാഡ്രിക് സർഫസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കിട്ടിയത് അപ്പം റൊട്ടേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു ക്വാഡ്രിക് സർഫസാണ്. അപ്പോൾ ആ ക്വാഡ്രിക് സർഫസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും വരുന്നത് എന്നാണ് പറഞ്ഞത്. അതപ്പം വേറൊരു പ്ലെയിനിലേക്കായിരിക്കുമല്ലോ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ നിന്ന് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറഞ്ഞൊരു പ്ലെയിനിലേക്ക് അത് മാറുന്നു. അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം കുറച്ചെങ്കിലും അങ്ങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി by comparing the matrix C of the unit eigenvectors with the rotation matrix, we see that the rotation angle theta from the original axis xy to the principal axis x dash y dash equal to some theta equal to r cos 1 by root 5. ഇത് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ബൈ കമ്പയറിംഗ് എന്നുള്ളത്. ഇത്രയൊന്നും പരീക്ഷയ്ക്ക് എഴുതി വെക്കണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് തന്നിരിക്കുന്ന മെട്രിക്സിനെ നിങ്ങൾക്ക് കോണിക് സെക്ഷനിൽ തന്നിരിക്കുകയാണ്. കോണിക് സെക്ഷൻ്റെ ജനറൽ ഫോം തന്നിട്ടുണ്ടെങ്കിൽ ക്വാഡ്രിക് സർഫസിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് എഴുതാനായിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോണിക് സെക്ഷനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ ഫസ്റ്റ് മെട്രിക്സ് ഫോമിലാക്കുക. എങ്ങനെ മെട്രിക്സ് ഫോമിലാക്കുന്നതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ആ മെട്രിക്സ് ഫോമിലാക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നിങ്ങൾ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ വെച്ച്, ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, പിന്നെ അതിന് ഐഗൻ വെക്ടേഴ്സ് റെസ്പോണ്ടിങ് കണ്ടുപിടിക്കുക, അതിനെ മെട്രിക്സ് ആക്കി എഴുതുക, എന്നിട്ട് എന്താണ് ഇപ്പം മെട്രിക്സ് ആക്കി എഴുതുന്നതിന് സം സി എന്ന് വിളിച്ചാൽ സം സി ഇൻവേഴ്സ് എം സി എന്ന് ചെയ്യുക. അത് കിട്ടുന്ന നിങ്ങൾക്കൊരു ഡയഗണൽ ഫോമിലുള്ള മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ആ മെട്രിക്സ് നിങ്ങൾ എന്താണ് എക്സ് ഡാഷ് വൈ ഡാഷിലേക്ക് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു മെട്രിക്സിന് നിങ്ങൾ എക്സ് ഡാഷ് വൈ ഡാഷ് എന്നൊരു പ്ലെയിനിലേക്ക് അപ്പോഴത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ് വൈയിലുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എന്താണ് ഒരു എക്സ് ഡാഷ് വൈ ഡാഷ് എന്നൊരു പ്ലെയിനിലേക്ക് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും, ഒരു ക്വാഡ്രിക് സർഫസ് ആയിരിക്കും കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയത്, റൊട്ടേറ്റ് ടു പ്രിൻസിപ്പൽ ആക്സിസ് ദ ക്വാഡ്രിക് സർഫസ്. The quadratic surface x square plus 6xy minus 2y square minus 2yz plus z square equal to 24. ഇത് ആക്ച്വലി എന്താണ്, ഒരു XYZ പ്ലെയിനിൽ തൊട്ട് മുന്നേ നമ്മൾ ടു ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ പഠിച്ചല്ലേ. XY പ്ലെയിനിലുള്ള XY ആക്സിസുകളെ നിങ്ങൾ എന്താണ് പുതുതായിട്ടൊരു എക്സ് ഡാഷ് വൈ ഡാഷ് ആക്സിസിലേക്ക് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ക്വാഡ്രിക് സർഫസ് കിട്ടുന്നു എന്നാണ്, ട്രാൻസ്ഫോം ചെയ്താണ് നമ്മൾ കാണിച്ചത്. ഇപ്പോൾ നമ്മൾ അതിനെ എന്താണ് ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ, അതായത് 3 ഡയമെൻഷനലായിട്ടുള്ളൊരു ഇക്വേഷന് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു 3 ഡയമെൻഷനിൽ തന്നെയുള്ള എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് എഴുതാൻ പോകുന്നു. അപ്പോൾ റൊട്ടേഷനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ മാട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരുന്നത്,
ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ റൊട്ടേഷനിൽ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് എക്സ് വൈ സെഡ്, ആദ്യം എക്സ് വൈ സെഡ് തന്നെ ആയിരിക്കില്ല വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടത് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ മെട്രിക്സ് ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നിങ്ങൾക്കറിയാം, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഫസ്റ്റ് കോർഡിനേറ്റ് നിങ്ങൾ എന്താണ് ഇതിനെ എക്സ് വൈ ഇസഡ് എന്ന് വിളിക്കുക. ഇതിനെ എക്സ് വൈ ഇസഡ് എന്ന് നിങ്ങൾ മെട്രിക്സ് എഴുതുമ്പോൾ ഫസ്റ്റ് എന്താ എക്സ് ഇൻറ്റു എക്സ് എന്താ എക്സ് എക്സ് ടേംസ്, അടുത്ത എക്സ് വൈ ടേംസ്, അടുത്ത എക്സ് ഇസഡ് ടേംസ്. പോയത് നിങ്ങളിത് എക്സ് വൈ ഇസഡ് എന്നുള്ള രീതിയിൽ എഴുതാം. ഇവിടെ എക്സ് വൈ ഇസഡ്. അപ്പോൾ നമുക്ക് തെറ്റത്തില്ല. ഫസ്റ്റ് വരുന്ന ടേംസ് എക്സ് എക്സ് ടേംസ് ആയിരിക്കും, അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. അടുത്ത എക്സ് വൈ ടേംസിൻ്റെ കോയിഫിഷ്യൻ്റ്, അടുത്ത എക്സ് ഇസഡ്. നെക്സ്റ്റ് വരുന്നത് വൈ എക്സ്, ഫസ്റ്റ് റോ കോളം അങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്. അടുത്ത വൈ വൈ, അടുത്ത വൈ ഇസഡ്, അടുത്ത വരുന്ന ഇസഡ് എക്സ്, ഇസഡ് വൈ, ഇസഡ് ഇസഡ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം, ഈ ഒരു ഇക്വേഷൻ തന്നാൽ നിങ്ങൾ ഫസ്റ്റ് ആലോചിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സൈഡിലോട്ട് എഴുതി വെക്കുക. ഇങ്ങനെയാണെങ്കിൽ എക്സ് 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 വൈ സെഡ്, ഇത് 3 ഡയമെൻഷനിലായതുകൊണ്ട് എക്സ് വൈ സെഡ് 3 കോർഡിനേറ്റ് താഴോട്ടും മുകളിലും എഴുതാം. അപ്പോൾ എക്സ് എക്സ് ടേംസ് വരുന്ന ഏതാണ്? ഇതിനകത്ത് എക്സ് എക്സ് ടേംസ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ടേംസിൻ്റെ കോയിഫിഷ്യൻ്റ് വരുന്നത് എന്താണ്? 1. അതങ്ങോട്ട് എഴുതി. അടുത്ത നോക്കി 1 അങ്ങോട്ട് എഴുതി. അടുത്ത നോക്കി 6xy, അടുത്ത് വരുന്ന എക്സ് വൈ ടേം. എക്സ് വൈ എവിടെയൊക്കെ വരുന്നുണ്ട്? എക്സ് വൈ, ഇവിടെ വൈ എക്സ് രണ്ടിടത്ത് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 6ൻ്റെ പകുതിയാക്കുക. 6ൻ്റെ പകുതി എന്താ? 3. ആ 3നെ ഇവിടെയും ഇവിടെ എഴുതാം. ഓക്കെ ആണോ? ഇനി നോക്കി അടുത്തത് -2y². അടുത്തത് നോക്കി y² എന്ന് പറയുമ്പോൾ എന്താണ്? വൈ എന്നുള്ള ടേമാണ്. വൈ എന്ന് പറഞ്ഞ ടേം എന്താ ഇവിടെ വരുന്നത്? വൈ ടേംസ് എന്ന് പറയുമ്പോൾ -2 ആണ്. ഒരിടത്ത് വരുന്നുള്ള വൈ ടേംസ് ഉള്ളൂ. അപ്പോൾ അത് അതുപോലെ തന്നെ -2 എന്ന് പറഞ്ഞ് എഴുതുക. പിന്നെ എന്തൊക്കെ വരുന്നത് എഴുതി തന്നെ കാണിക്കാം. ഫസ്റ്റ് x²ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് അപ്പോൾ വരുന്ന ഈ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഈ ഒരു മെട്രിക്സ് അറിയുമ്പോൾ നോക്കണം. ഫസ്റ്റ് വരുന്ന എന്താണ്? എക്സ് എക്സ് ടേംസ് ആണ് വരുന്നത്. അതായത് x²ൻ്റെ ടേംസിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ എഴുതുക. അടുത്ത എക്സ് വൈയും വൈ എക്സും ഇവിടെ വരും. അടുത്ത എക്സ് ഇസഡ്, ഇസഡ് എക്സ്, വൈ അതുപോലെ, അല്ലെങ്കിൽ ഇത് നോക്കിയാൽ എക്സ് എക്സ് വൈ ഇസഡ്. പിന്നെ എന്താ വരുന്നത്? എക്സ് വൈ എക്സ്, എക്സ് ഇസഡ് ഇസഡ് എക്സ്, വൈ ഇസഡ് ഇസഡ് വൈ, ഇങ്ങനെയുള്ള ടേംസുകളായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന മെട്രിക്സ് എങ്ങനെയായാലും എന്തായിരിക്കും കിട്ടുന്നത്? സിമെട്രിക് മെട്രിക്സ്. കാരണം സിമെട്രിക് മെട്രിക്സ് അറിയാമല്ലോ, ഒരു മെട്രിക്സ് ആയിട്ട് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ സെയിം തന്നെയായിരിക്കും വരുന്നതെന്ന്. അപ്പോൾ ഞാൻ നോക്കിക്കോ. ഇനി എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ x²ൻ്റെ കോയിഫിഷ്യൻ്റ്. x² എന്താണ്? ഇവിടെ x²ൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ അത് ഒരിടത്തേ വരുന്നുള്ളൂ. അടുത്ത് നോക്കി 6xy എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് വൈയുടെ ടേംസ് എന്തൊക്കെ വരുന്നുണ്ട്? ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പം ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ എക്സ് വൈയുടെ ടേംസ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? 6. അപ്പോൾ അതിനെ പകുതിയാക്കുക. രണ്ടിടത്ത് വരുന്നുണ്ടല്ലോ, പകുതിയാക്കുമ്പോൾ എന്താ വരുന്നത്? 3 അതിൻ്റെ സ്ഥാനത്തുകളിൽ എഴുതി. ഇനി അടുത്ത എന്താ വരുന്നത്? y² എന്ന് പറഞ്ഞാൽ വൈ ടേംസിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ വരുന്നത്? -2. അത് അതുപോലെ തന്നെ പെറുക്കി എഴുതി. ഇനി എന്താ വരുന്നത്? വൈ ഇസഡിൻ്റെ ടേംസ് എവിടെയൊക്കെയാണ് വരുന്നത്? ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട് ഇല്ലേ? ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ വൈ ഇസഡ് ടേംസിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ വരുന്നത്? -2. -2ൻ്റെ പകുതി എടുക്കുമ്പോൾ എന്താ വരുന്നത്? -1. അപ്പോൾ അത് ഇവിടോട്ട് എഴുതാം. ഇവിടെയൊക്കെയാണ് അതിൻ്റെ സ്ഥാനത്ത് തന്നെ എഴുതണേ, -1ഉം -1. ഇനി എന്താ വരുന്നത്? നെക്സ്റ്റ് z²ൻ്റെ കോയിഫിഷ്യൻ്റ്. z² എന്ന് പറഞ്ഞത് ലാസ്റ്റ് ഒരു ടേം. z²ൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതി. ഇനി ഇതിനകത്ത് ബാക്കി 2-3 സ്ഥലങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അവിടെ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ 1 3 0, 3 -2 -1, 0 -1 1 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടും. മനസ്സിലായ എങ്ങനെ മെട്രിക്സ് എഴുതുന്നതെന്നുള്ളത്? അപ്പോൾ നിങ്ങൾ എക്സ് വൈ സെഡ് നിങ്ങൾ ഇങ്ങനെ താഴോട്ടും മേളിലും റോ വൈസും കോളം വൈസും എഴുതുക. എന്നിട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫസ്റ്റ് വരുന്നത് എന്താണ്? എക്സ് എക്സ് ടേംസ് ആയിരിക്കും. ഡയഗണലായിട്ട് വരുന്നത് വൈ ടേംസ്, ഇസഡ് ടേംസ്, അങ്ങനെയുള്ള ടേംസ് ആയിരിക്കും വരുന്നത്. x² y² z²ൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതുക. പിന്നെ എക്സ് വൈ ടേംസിൻ്റെ എക്സ് വൈ സെഡ് അങ്ങനെ വരുന്ന ടേംസിൻ്റെ എല്ലാം പകുതി എടുത്ത് നിങ്ങൾ എന്തെഴുതുക? അതാ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരും. കണ്ടോ? 3 3 0 0 -1 -1 അങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ പെറുക്കി എഴുതുക. ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്യുക. അപ്പോൾ ഒന്നും ഇല്ല, നമ്മുടെ ഇക്വേഷൻ ഇല്ലാത്ത ഭാഗങ്ങളാണ് 0 0 നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നല്ലോ നമുക്ക് കിട്ടിയ മെട്രിക്സ് എന്ന് പറയുന്നത്.
ഇനി നോക്കിയേ ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇക്വേഷനെ എങ്ങനെ എഴുതണമെന്നായിരുന്നു നമ്മളുടെ കാര്യം പറഞ്ഞത്. റൊട്ടേഷൻ ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ എന്താണ് തന്നിരിക്കുന്ന ഇക്വേഷനെ മെട്രിക്സ് ഫോമിൽ എഴുതുക. അപ്പോൾ ഇതാണ് മെട്രിക്സ് ഫോമിൽ എഴുതുന്നത്. അപ്പോൾ ഇത് എക്സ് വൈ മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾ എന്താണ് എക്സും വൈയിലും മാത്രമുള്ള കോർഡിനേറ്റ് ആണെങ്കിൽ ഇതാ ഇത്രയും വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ടേംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് എക്സ് ആയിരിക്കും, അടുത്ത് വരുന്ന എക്സ് വൈ ആയിരിക്കും, അടുത്ത് വരുന്ന വൈ എക്സ് ടേംസ് ആയിരിക്കും, അടുത്ത് വരുന്നത് വൈ വൈ ടേംസ് ആയിരിക്കും. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി നോക്കി, അപ്പോൾ നമ്മളുടെ മെട്രിക്സ് ഫോമിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെട്രിക്സ് എടുത്ത് എന്ത് ചെയ്താൽ മതി? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ച് നമ്മളതിൻ്റെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്ക് ലാംഡയുടെ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഇതിൻ്റെ സം എം എന്ന് വിളിക്കുകയാണെങ്കിൽ എം മൈനസ് ലാംഡ ഐ യുടെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0. ആ ഡിറ്റർമിനൻ്റ് എടുത്തതാണ് അതായത് ഇവിടെ 1 മൈനസ് ലാംഡ ഐ. കണ്ടോ, ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഡയഗണലിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. ലാംഡ കൊണ്ട് മൈനസ്, ബാക്കിയെല്ലാം അതുപോലെ. അപ്പോൾ 1 മൈനസ് ലാംഡ മൈനസ് 2 മൈനസ് ലാംഡ, അടുത്ത 1 മൈനസ് ലാംഡ, ബാക്കിയെല്ലാം എന്താണ് അതുപോലെ തന്നെ. 3 0 3 1 3 മൈനസ് 1 മൈനസ് 0 മൈനസ് 1 അതുപോലെ തന്നെ എഴുതാം. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക, എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ വരും? മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 13 ലാംഡ മൈനസ് 12 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് പെട്ടെന്ന് റൂട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ പറയുന്നു. ഏതെങ്കിലും വാല്യൂസ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ലാംഡയ്ക്ക് ഞാനൊരു 1 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താണ്? മൈനസ് വണ്ണിൻ്റെ ക്യൂബ്, അതായത് മൈനസ് വണ്ണിൻ്റെ ക്യൂബ് മൈനസ് 1 പ്ലസ് 1 ആയിപ്പോയി അല്ലേ? ഒരു സെക്കൻഡ്. ഇതിനകത്ത് ലാംഡയ്ക്ക് -1 എന്ന് ഇട്ട്, ലാംഡയ്ക്ക് 1 എന്നാണ് ഇടാൻ പോകുന്നത്. ലാംഡയ്ക്ക് ഞാൻ 1 എന്ന് ഇട്ടു. അപ്പോൾ എന്താ പറയുക? -1 പ്ലസ് 13 മൈനസ് 12. അപ്പോൾ എന്താ വരുന്നത്? -1 പ്ലസ് 13 എന്താ വരുന്നത്? -12. ബാക്കി ആരുണ്ട്? -12. അപ്പോൾ അത് വരുന്നില്ല അല്ലേ? മൈനസ് അവിടെ കോമൺ എടുത്താൽ ഇപ്പം ശരിയാവല്ലോ. മൈനസ് ഇവിടെ കോമൺ എടുത്തു കഴിഞ്ഞാലോ? മൈനസ് ഓഫ് ലാംഡ ക്യൂബ് മൈനസ് 13 ലാംഡ പ്ലസ് 12 ഈക്വൽ ടു 0. ഇപ്പം നോക്കിയേ, ലാംഡയ്ക്ക് 1 കൊടുത്തു നോക്കിയേ. അപ്പം എന്താ വരുന്നത്? 1 മൈനസ് 13 പ്ലസ് 12. അപ്പോൾ എന്താ വരുന്നത്? -12 പ്ലസ് 12 അല്ലേ? ഈക്വൽ ടു 0. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മൈനസ് അങ്ങ് പോവും, പ്ലസ് ആയി പോവും. ബാക്കി ആരൊക്കെ ഉണ്ട്? ഈ ഇക്വേഷൻ മാത്രം വരും. ഇത് മൈനസ് ഓഫ് ആണേ. അപ്പോൾ നമുക്ക് ഇനി ഓരോന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ലാംഡ ഈക്വൽ ടു 1. ഈ മൈനസ് അങ്ങ് പോവും, ഇവിടെ ഉള്ള മൈനസ് അങ്ങ് പ്ലസ് ആയി പോവും. ഓക്കെ, അപ്പോൾ ബാക്കി പിന്നെ വരുന്ന എന്തൊക്കെയാണ്? ലാംഡ -1 ഓരോന്ന് ഈക്വേറ്റ് ചെയ്യുക, ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1, ലാംഡ ഈക്വൽ ടു -4, ലാംഡ ഈക്വൽ ടു 3 എന്ന് വരും. ഇനി റിലേറ്റീവ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് എക്സ്, നമ്മൾ ഇതുവരെ ലാംഡ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്? ഐഗൻ വെക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ റിലേറ്റീവ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് ദ ക്വാഡ്രിക് സർഫസ് ഇക്വേഷൻ ബിക്കംസ്. അപ്പോൾ നമ്മളുടെ ക്വാഡ്രിക് സർഫസിലെ ഇക്വേഷൻ നമ്മുടെ എങ്ങനെയായിട്ട് മാറും? എക്സ് ഡാഷ് വൈ ഡാഷ് പ്ലെയിനിലേക്ക് മാറാൻ പോകും. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഈ രീതി വരും. എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ആണ്ട് ഇവിടെ, അതിനെ വൃത്തിയായിട്ട് ഇവിടെ ഒരു ലെയർ കൂടെ ഉണ്ട് കേട്ടോ, അത് മാറിപ്പോയി, ഇതാ താഴോട്ട് എഴുതിയിട്ടുണ്ടേ. Relative to the principal axis x dash y dash z dash the quadratic surface equation becomes the ഈ രീതിയിൽ വരും. അതായത് നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഈ രീതി, ഈ സാധനം വരുന്നത് എങ്ങനെയാണ്? ആ ഐഗൻ വെക്ടേഴ്സ് എല്ലാം കണ്ടുപിടിച്ച് ഐഗൻ മെട്രിക്സിലേക്ക് കോഫാക്ടർ മെട്രിക്സ് ഫോം ചെയ്ത്, മോഡൽ മെട്രിക്സ് ഫോം ചെയ്ത് അതിനെ എന്താ എം ഇൻവേഴ്സ്, ഈ സാധനം എന്ന് പറയുന്നത് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ എം അല്ലായിരുന്നു എടുത്തത്. അപ്പോൾ സി ഇൻവേഴ്സ് സം എം സി ചെയ്തിട്ടാണ് ഇത് ഈ ഒരു മെട്രിക്സ് ഫോമിലേക്ക് വന്നത്. അപ്പോൾ അതാ ഈ മെട്രിക്സ് നോക്കി, ഈ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എല്ലാം നമുക്ക് കിട്ടിയ ഐഗൻ വാല്യൂസാണ്. ലാംഡ ഇപ്പോൾ കിട്ടിയത് 1 -4 3 ആയിരുന്നു കിട്ടിയത്. ആ 3 കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഈക്വൽ ടു 24. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഡാഷിൻ്റെ സ്ക്വയർ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എങ്ങനെയാണ്, എക്സ് ഡാഷിൻ്റെ സ്ക്വയർ -4y' പ്ലസ് 3z' ഈക്വൽ ടു 24. ഇനി ലാംഡ ഈക്വൽ ടു 1 എന്ന് അപ്ലൈ ചെയ്തു. ഒരു സെക്കൻഡ്. ലാംഡ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മെട്രിക്സ് എന്താ വരുന്നത്, a മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ബാർ ഈക്വൽ ടു 0. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാംഡയ്ക്ക് 1 കൊടുക്കും ഇവിടെ. അപ്പോൾ എന്താ വരുന്നത്, ഇത് a മൈനസ് i ഇൻറ്റു എക്സ് ബാർ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ അത് മെട്രിക്സ് ഷോർട്ട് ചെയ്താണ് അതാ ഈ രീതിയിൽ വരുന്നത്. ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0. ഇത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയാണ്, 3x2 ഈക്വൽ ടു 0, 3x1 മൈനസ് x2, 3x2 ഈക്വൽ ടു x3. ഈ ഇക്വേഷൻ സാധാരണ മൾട്ടിപ്ലൈ ചെയ്താണ് കേട്ടോ ഇത് ഇക്വേഷൻ വരുന്നത്. 0 ഇൻറ്റു x1 പ്ലസ് 3 ഇൻറ്റു x2 പ്ലസ് 0 ഇൻറ്റു x3 ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ആകെ 3x2 മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇത് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, 0x1 പ്ലസ് 3x2 പ്ലസ് 0x3 ഈക്വൽ ടു 0. ഇത് മൾട്ടിപ്ലൈ ആകെ വരുന്നത് എന്താ, 3x2 ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നത് എന്തൊക്കെയാണ്, 3x2 ഈക്വൽ 0. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടും, 3x1 മൈനസ് 3x2 ഈക്വൽ ടു x3. അതുപോലെ തേർഡ് ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് -x2 ഈക്വൽ ടു 0. അപ്പോൾ x2 എന്ന് പറയുന്നത് എന്ത് കിട്ടി, 0 കിട്ടി. അത് ഈ ഇക്വേഷനകത്തോട്ട് തൊട്ട് മുകളിലത്തെ സെക്കൻഡ് ഇക്വേഷനകത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്, ഇതിനകത്ത് x2 ഈ ടേം അങ്ങ് 0 ആയി പോകും. ബാക്കി ആരുണ്ട്, 3x1 മൈനസ് x3 ഈക്വൽ ടു 0. 3x1 ഈക്വൽ ടു എന്തോന്ന് വരാം, x3 എന്ന് വരാം. അപ്പം x3യുടെ വില, x1ൻ്റെ വില ഉണ്ടെങ്കിൽ അതിന് 3 മൾട്ടിപ്പിൾ ആയിരിക്കും x3 എന്ന് പറയുന്നത്. സോറി, x1ൻ്റെ വില ഉണ്ടെങ്കിൽ അതിന് 3 മൾട്ടിപ്പിൾ ആയിരിക്കും x3 എന്ന്. അതുപോലെ x2 എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് x1ന് ഒരു വില ഇട്ട് കൊടുക്കാം 1. x2 എന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, x2 എന്താ 0. അപ്പോൾ x1 1 ആണെങ്കിൽ x3 എന്തായിരിക്കും വരുന്നത്, 3. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയൊരു വെക്റ്റർ. ഇങ്ങനെ ഏത് വില വേണമെങ്കിലും കൊടുക്കാം, 1 തന്നെ കൊടുക്കണം നിർബന്ധമില്ല. നമ്മൾ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ 1 എന്നൊക്കെ ഉള്ള വാല്യൂസ് കൊടുക്കുന്നത്. നമുക്ക് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാവുന്ന വാല്യൂസാണ് x1ന്. അപ്പോൾ ഇതുപോലെ ഒരു ഐഗൻ വെക്റ്റർ കിട്ടി. ഇനി അതുപോലെ ലാംഡ ഈക്വൽ ടു -4 ഇടുമ്പോൾ തന്നെ ഇതുപോലെ എന്താ വരുന്നത്, ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ മൈനസ് ലാംഡയ്ക്ക് -4 കൊടുത്തത്. അപ്പോൾ a പ്ലസ് 4i ഇൻറ്റു എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0. കാരണം ഇവിടെ +4 വന്നാൽ ലാംഡയ്ക്ക് -4 എന്നുള്ള വിലയാണ് അല്ലേ. അത് ആ മെട്രിക്സിന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ രീതിയിൽ വരും. ഇതിനകത്തുനിന്ന് നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, 5x1 പ്ലസ് 3x2 ഈക്വൽ ടു 0. 3x1 പ്ലസ് 2 ആയിട്ടോ നടുക്ക്, സോറി, ഈ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. 2 3 3x1 പ്ലസ് 2x2 മൈനസ് x3 ഈക്വൽ ടു 0. അടുത്ത വരുന്നത് എന്താണ്, 0x1 പ്ലസ് -x2 പ്ലസ് 5x3 ഈക്വൽ ടു 0. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷനകത്ത് നമുക്ക് ഷോർട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡ് ഇക്വേഷൻ ഷോർട്ട് ചെയ്യുമ്പോൾ 3x1 പ്ലസ് 2x2, അതായത് തേർഡ് ഇക്വേഷനകത്തുനിന്ന് x2 ഈക്വൽ ടു എന്തോ കിട്ടും, 5x3 കിട്ടും. അത് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ x2ന് 5x3 എന്നുള്ള വില ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറും, 3x1 പ്ലസ് x2 ഉള്ളിടത്ത് എന്ത് കൊടുക്കുക, 5x3 കൊടുക്കുക. കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 2 ഉണ്ടായിരുന്നു, 2x2. അപ്പോൾ 5 കൂടി ഇടുമ്പോൾ 10x3 മൈനസ് x3. അപ്പോൾ 3x1 പ്ലസ് 9x3 ഈക്വൽ ടു 0. അപ്പോൾ 3x1 ഇസ് ഈക്വൽ ടു -9x3 എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 3x1 ഇസ് ഈക്വൽ ടു -9x3 എന്നാണ് വരുന്നത്. അപ്പോൾ x1 ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, -3x3. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ. x2ൻ്റെ വിലയും കിട്ടി എന്താണ്. അപ്പോൾ രണ്ടുപേരും x3 ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അപ്പം x3ക്ക് ഏതെങ്കിലും ഒരു 1 എന്നൊരു വാല്യൂ കൊടുത്താൽ x2 എന്ത് വരും, 5 എന്ന് വരുമല്ലോ. x3ക്ക് 1 എന്ന് കൊടുത്താൽ x2 5 എന്ന് വരും. ഇനി x1 എന്ത് വരും, -3. അപ്പോൾ ഇതാണ് കിട്ടിയൊരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ അടുത്തത് ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വെക്റ്റേഴ്സ് ഇതേപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്,
x1 -3x3 എന്നും വരും, x2 എന്ന് പറഞ്ഞാൽ -2x3 എന്ന് വരും. ആർബിട്രറി ആയിട്ട് നമ്മളിപ്പോൾ x1 ഇവിടെ വിലയും x3ക്ക് നമ്മളൊരു വില 1 എന്ന് ചൂസ് ചെയ്യുക. x3 1 ആണെങ്കിൽ x2 എന്ത് വരും, -2 × 1, അതായത് -2 വരും. അടുത്ത x1 എന്ന് പറയുമ്പോൾ എന്ത് വരും, -3 എന്ന് വരും. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത വെക്ടറും കിട്ടും. ഇനി നോക്കി, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ച് വെക്ടറാക്കി ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞത്. എന്താ, ഈ രീതിയിലൊരു ഇക്വേഷൻ കിട്ടുമെന്ന് നമ്മൾ ആദ്യമേ പറയാമായിരുന്നു. ഈ ഇക്വേഷൻ ആയിരിക്കും വരാൻ പോകുന്നത് ഇതിന്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, റൊട്ടേറ്റ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ആ മെട്രിക്സ് കൂടെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. തൊട്ട് മുകളിൽ എന്താ വെരിഫൈ ചെയ്യാൻ, ആ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ, പ്രിൻസിപ്പൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്ത് എഴുതാൻ മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൺവേർട്ട് ചെയ്യാനുള്ള പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് എഴുതാൻ മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ. ഇപ്പം നമ്മൾ എന്താണ്, ക്വാഡ്രിക് സർഫസിലുള്ള ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നതിനെ റൊട്ടേറ്റ് ചെയ്ത് ആ റൊട്ടേഷൻ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതാ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് കിട്ടിയ നോർമൽ ഐഗൻ വെക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് കിട്ടിയ ഐഗൻ വെക്ടർ എന്താണെന്ന് നോക്കാം. ലാംഡ ഈക്വൽ ടു ഫസ്റ്റ് എന്തായിരുന്നു കൊടുത്തത്, ലാംഡ ഈക്വൽ ടു 1 കിട്ടിയപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഐഗൻ വെക്ടർ 103. അപ്പോൾ അതിനെ പെറുക്കി ഇവിടെ എഴുതാം. ഫസ്റ്റ് കിട്ടിയ മെട്രിക്സ് എന്തായിരുന്നു, 1 0 3. അടുത്ത രണ്ടാമത് കിട്ടിയ എന്തായിരുന്നു, ലാംഡ ഈക്വൽ ടു -4 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ് എന്തായിരുന്നു, -3 5 1. അപ്പോൾ കിട്ടിയോ എന്താ, -3 5 1. ഇനി അടുത്തത് ലാംഡ ഈക്വൽ ടു 3 വരുമ്പോൾ എന്തായിരുന്നു, -3 -2 1 -3 -2 1. ഇതാണ് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പിന്നെ എന്താ ഐഗൻ വെക്ടേഴ്സിൻ്റെ ഫോമിലേക്ക് എന്താ എം ഇൻവേഴ്സ് ഇതിനെ സി എന്ന് വിളിക്കും. എന്നിട്ട് സി ഇൻവേഴ്സ് എം സി ഒക്കെ കണ്ടുപിടിക്കുക നമ്മൾ. ഇനി നോക്കി, ഇവിടെ തന്നിരിക്കുന്ന ഇതിൽ ഓരോ ഐഗൻ വെക്ടർ ഉണ്ടല്ലോ, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വെക്ടറിനെ അതിൻ്റെ യൂണിറ്റ് വെക്ടർ കൊണ്ട് അഥവാ അതിനെ യൂണിറ്റ് വെക്ടറിലേക്ക് ആക്കുക. യൂണിറ്റ് വെക്ടർ ആക്കുന്നത് എങ്ങനെയാണ്, ഒരു വെക്ടർ യൂണിറ്റ് വെക്ടർ ആണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞൊരു വെക്ടർ എങ്ങനെയാണ്, എക്സ് ബാർ ബൈ ആ വെക്ടറിൻ്റെ നോമിനെ എന്താണ് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ നോം അഥവാ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അത് യൂണിറ്റ് വെക്ടർ ആവുന്നത്. അപ്പോൾ നോർമലൈസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ എന്താക്കുക എന്നാണ്, യൂണിറ്റ് വെക്ടർ ആക്കുക എന്ന്. അപ്പോൾ യൂണിറ്റ് വെക്ടർ ആക്കാൻ നമ്മുടെ ഫസ്റ്റ് വെക്ടർ എന്തുവായിരുന്നു, 103. 103 എന്ന് പറയുന്നതാണ് നമ്മളുടെ വെക്ടർ. അതിൻ്റെ നോം കൊണ്ട് എന്താ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നോം എന്തായിരിക്കും വരുന്നത്, റൂട്ട് ഓഫ് ഓരോന്നിൻ്റെ സ്ക്വയർ ചെയ്യുക. 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് അടുത്ത എന്താ 3 സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് 0 1 പ്ലസ് 0 സ്ക്വയർ 0 തന്നെ, 3 സ്ക്വയർ 9. അപ്പം മൊത്തം എത്ര വരുന്ന, റൂട്ട് 10. അപ്പം ഈ ഓരോ വെക്ടറിനെ എന്ത് ചെയ്യുക, ഓരോ ഐഗൻ വെക്ടേഴ്സ്, ഇതെല്ലാം ഓരോ ഐഗൻ വെക്ടർ ആണല്ലോ, ഈ ഓരോ ഐഗൻ വെക്ടറിനെ അതാത് അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതെന്താവും, നോർമൽ ഫോമിലാകും, നോർമൽ വെക്ടേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ അതാ നോക്കിയോ, വെൻ ലാംഡ ഈക്വൽ ടു 1, ലാംഡ ഈക്വൽ ടു 1 ആയിരുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് കിട്ടിയ വെക്ടർ 1 0 3 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ നോം എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് 10 ആയതുകൊണ്ട് ഓരോ വെക്ടറിനെ എന്താണ്, ഓരോ വാല്യൂസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, റൂട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 1/√10 0/√10 0/√10 0 തന്നെ, 3/√10 ഇങ്ങനെ കിട്ടും. അടുത്ത വെക്ടർ ലാംഡ ഈക്വൽ ടു -4 കിട്ടുമ്പോഴത്തേക്ക് എന്താണ്, -3 5 1. അതിൻ്റെ നോം എന്താ വരുന്നത്, -3യുടെ സ്ക്വയർ, അതായത് 9 + 25 + 1 എന്നാണ് വരുന്നത്. 26 + 9 എന്താ വരുന്നത്, 35. അപ്പോൾ റൂട്ട് 35 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. അടുത്ത ലാംഡ ഈക്വൽ ടു 3 വരുമ്പോഴത്തേക്ക് എന്താണ്, അതാ ഇതേപോലെ തന്നെയായിരുന്നു വെക്ടർ, അതിന് അതിൻ്റെ നോമായ എന്താണ്, റൂട്ട് 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കിട്ടിയ മെട്രിക്സിന് നമ്മൾ ഐഗൻ വെക്ടേഴ്സ് നിങ്ങൾ എന്ത് ചെയ്തു, നോർമലൈസ് ചെയ്തു. ഇനി നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിനെ എന്താണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് ട്രാൻസ്പോസ് ആക്കി എഴുതിയാൽ മാത്രം മതി. അപ്പം
ട്രാൻസ്പോസ് ആക്കി എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് 1 1/√10. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ആൾക്കാർ എന്തൊക്കെയായിരുന്നു? 1/√10, 0, 3/√10 അങ്ങനെയായിരുന്നു ഓരോന്ന് കിട്ടിയല്ലേ. ഇതിനെല്ലാം എന്താണ് ട്രാൻസ്പോസ് ആക്കി എഴുതുക. ഇപ്പോൾ കിട്ടിയ വാല്യൂസിനെല്ലാം ട്രാൻസ്പോസ് ആക്കി എഴുതുമ്പോൾ ഇതായി കിട്ടുന്നതാണ് റൊട്ടേഷൻ മെട്രിക്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? റൊട്ടേറ്റ് ദ ക്വാഡ്രിക് സർഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതിനെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നും നിങ്ങൾ ഫസ്റ്റ് അതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുക. എന്നിട്ട് അതിനെ എടുത്ത മെട്രിക്സ് നിങ്ങൾക്കൊരു സിമെട്രിക് മെട്രിക്സോ എന്ത് മെട്രിക്സ് ആയിരിക്കും, കൂടുതലും സിമെട്രിക് മെട്രിക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ മെട്രിക്സിനെ എന്ത് ചെയ്യുക? സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ, ഉറപ്പാണ്. സിമെട്രിക് മെട്രിക്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചെയ്യുക. ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ച് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഐഗൻ വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? നോർമലൈസ് ചെയ്യുക. അതായത് അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് എഴുതുക. എന്നിട്ട് അതിനെ പെറുക്കി എന്ത് എഴുതിയാൽ മതി? ട്രാൻസ്പോസ് ആക്കി എഴുതിയാൽ മതി. അപ്പോൾ ട്രാൻസ്പോസ് ആക്കി എഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? റൊട്ടേഷൻ മെട്രിക്സ്. അപ്പോൾ the numbers in C are the cosines of the 9 angle between XY Z and X dash. 9 angles എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഈ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഈ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതിനകത്ത് ഓരോ നമ്പേഴ്സ് ഉണ്ടല്ലോ. ഈ 1/√10, 0, 3/√10, -3 ഇങ്ങനെ കിട്ടിയ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. ഈ 9 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ XYZ ആക്സിസിൽ നിന്നും X', Y', Z'-ലേക്കുള്ള പോയിൻറ്റ്സുകൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ക്വാഡ്രിക് സർഫസ് ആണ്. ഈ 9 പോയിൻറ്റ്സ് ആണ്. 9 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വാഡ്രിക് സർഫസ് ആയിരിക്കും. XYZ പ്ലെയിനിലുള്ള കുറേ പോയിൻറ്റ്സിനെ നിങ്ങൾ എന്താണ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വാഡ്രിക് സർഫസിന് നിങ്ങൾ എന്താണ് X', Y', Z' ഈ പോയിൻറ്റുകൾ ഇതെല്ലാം ഏത് പ്ലെയിനിലെയാണ്? X', Y', Z' എന്ന് പറഞ്ഞ പ്ലെയിനിലെയാണ്. അപ്പോൾ ആ ഒരു പ്ലെയിനിലെ കോർഡിനേറ്റ്സ് പോയിൻറ്റുകളാണ് ഈ കിട്ടിയത്. ഇത് ജോയിൻ ചെയ്ത് കിട്ടുന്ന ഒരു ക്വാഡ്രിക് സർഫസിലേക്ക് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ തന്നെ ഫൈൻഡ് ദ ഇക്വേഷൻസ് ഓഫ് ദ ഫോളോയിങ് കോണിക്സ് ആൻഡ് ക്വാഡ്രിക് സർഫസ് റിലേറ്റീവ് ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ എന്താണ്? ഒരു കോണിക് സെക്ഷൻ, ഇതെല്ലാം തന്നിരിക്കുന്ന എന്തിൻ്റെ ഇക്വേഷൻ? കോണിക് സെക്ഷൻ്റെ ഇക്വേഷൻസ് ആണ്. കോണിക്സ് ക്വാഡ്രിക് സർഫസിൻ്റെ ആയിരിക്കും. അതുപോലെ തന്നെ അതിനെ എന്താക്കാനാണ് പറഞ്ഞത്? റിലേറ്റീവ് ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് ആക്കാന്ന് പറഞ്ഞാൽ എന്താണ്? X', Y', Z' അഥവാ X', Y' എന്നുള്ള പ്ലെയിനിലേക്ക് അതിനെ എന്താണ് കൺവേർട്ട് ചെയ്ത് ആ സെയിം ഈ ക്വാഡ്രിക് സർഫസിനെ അങ്ങനെ എഴുതാൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനെ എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഇക്വേഷന് ഫസ്റ്റ് മെട്രിക്സ് ഫോമിൽ എഴുതുക, ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിനെ ഡയഗണലൈസ് ചെയ്യുക. ഡയഗണലൈസ് ചെയ്യുന്ന ഫോമാറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക, കോഫാക്ടർ കണ്ടുപിടിക്കുക, അതുപോലെ എല്ലാം എഴുതി എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് വരുന്ന മെട്രിക്സ് നിങ്ങൾ എങ്ങനെ എഴുതിയാലും മതി. നിങ്ങൾ മാർക്ക് അനുസരിച്ച് എസ്സേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡയഗണലൈസ് ചെയ്ത് താഴെ വരെ ഫുൾ സ്റ്റെപ്പും ചെയ്യണം. ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു 7 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ 7 അല്ല ഒരു 4 മാർക്കിനൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പോകണ്ട, ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചേച്ച് നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? കറസ്പോണ്ടിങ് ടു ഈച്ച് ഐഗൻ വാല്യൂസ് വി ഗെറ്റ് ഐഗൻ വെക്ടർ ആൻഡ് എന്താണ് നിങ്ങൾ ആൻഡ് വി ഗെറ്റ് ദ ഫോം എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ ഐഗൻ വാല്യൂസിനെ നിങ്ങൾ പെറുക്കി ഡയഗണലിൽ എഴുതുക, ബാക്കി എലമെൻ്റ് എല്ലാം 0 ആക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ അത്രയും ചെയ്ത് വെച്ചാൽ മാത്രം മതി നിങ്ങൾ എന്താണ് പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് റിലേറ്റ് ചെയ്ത് നിങ്ങൾ കൺവേർഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആ ഇക്വേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതായി ഈ രീതിയിൽ എഴുതിയാൽ മതി. എങ്ങനെ? X', Y' നിങ്ങൾക്ക് കിട്ടുന്ന ഡയഗണൽ മെട്രിക്സ് ഇൻറ്റു എന്താണ് X', Y' ഈക്വൽ ടു ഇപ്പുറത്ത് തന്നിരിക്കുന്ന ഒരു സം കോൺസ്റ്റൻറ്റ് K. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ D കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂസ് കിട്ടുമല്ലോ. ആ ഐഗൻ വാല്യൂസിനെ പെറുക്കി നിങ്ങൾ ഡയഗണലിൽ മാത്രം പെറുക്കി എഴുതുക. ABC ബാക്കിയെല്ലാം എന്താക്കി 0 ആക്കി എഴുതുക. ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് എന്താണ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് എന്തായിരിക്കും? ഇപ്പം ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ D എന്ന് പറഞ്ഞാൽ
ലാംഡ ഐഗൻ വാല്യൂസ് വന്നേക്കുന്നത് നിങ്ങൾക്കിപ്പം സം 1 4 ആണ് വന്നേക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ ഇങ്ങനെ വരുന്ന എക്സ് ഡാഷ് വൈ ഡാഷ് ഇൻറ്റു 1 4 ബാക്കി 0 0 ഇൻറ്റു എന്തോ വരും എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു സം കെ. ഈ രീതിയിൽ എഴുതി വെച്ചാൽ മാത്രം മതി. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് 4y ഡാഷ് സ്ക്വയർ എക്സ് ഡാഷിൻ്റെ സ്ക്വയർ പ്ലസ് 4y ഡാഷിൻ്റെ സ്ക്വയർ ഈക്വൽ ടു സം കെ. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. കെ എന്ന് പറഞ്ഞ വാല്യൂ കാണും കേട്ടോ, ക്വസ്റ്റ്യൻ്റെ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന വാല്യൂ ആയിരിക്കും കെ. അപ്പോൾ ഈ രീതിയിൽ എഴുതിയാൽ മാത്രം മതി. 4 മാർക്കിനൊക്കെ 6 മാർക്കിനൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ. ഇനി എസ്സേയിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ മെട്രിക്സ് ട്രാൻസ്പോസ് ആക്കി മെട്രിക്സ് ആക്കി എഴുതി വെക്കണം. ആ പ്രോസസ്സ് മൊത്തം ചെയ്യണം. ഓക്കെ, അപ്പം ഫൈൻഡ് ദ ഇക്വേഷൻസ് ഓഫ് ദ ഫോളോയിങ് കോണിക്സ് ആൻഡ് ക്വാഡ്രിക് സർഫസ് റിലേറ്റീവ് ടു പ്രിൻസിപ്പൽ ആക്സസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഇക്വേഷനെ നിങ്ങൾ മെട്രിക്സ് ഫോമിലാക്കുക. ആ മെട്രിക്സിൽ നിന്നും ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടറും കോഫാക്ടർ മെട്രിക്സും ഒക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ എന്താണ് ഇപ്പോൾ എഴുതിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ രീതിയിൽ എക്സ് ഡാഷ് വൈ ഡാഷ് ഇൻറ്റു സം ഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡയഗണൽ മെട്രിക്സ് കിട്ടുന്നത് ഇൻറ്റു എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു സം കെ. ഈ ഇക്വേഷൻ രീതിയിലോട്ട് ആക്കിയാൽ മതി. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സം എക്സ് ഡാഷിൻ്റെ സ്ക്വയർ പ്ലസ് അങ്ങനെയുള്ള ടേംസ് ആയിരിക്കും വരുന്നത്. ഈക്വൽ ടു സം കെ എന്നുള്ള രീതിയിലാക്കുന്നതാണ് ഫൈൻഡ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം? ആൾസോ ഫൈൻഡ് ദ റൊട്ടേഷൻ മെട്രിക്സ് സി വിച്ച് റിലേറ്റ്സ് ദ പ്രിൻസിപ്പൽ ആക്സസ് ആൻഡ് ഒറിജിനൽ ആക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടുപിടിച്ച പോലെ റൊട്ടേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുക. റൊട്ടേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് പിന്നെ താഴോട്ടുള്ള പ്രോസസ്സ് ഒന്നും ചെയ്യേണ്ട. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നോർമലൈസ് ചെയ്യുക. നോർമലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? അതിനെ ട്രാൻസ്പോസിലാക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മെട്രിക്സ് കിട്ടും. അപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഡയഗണലൈസേഷനും ആപ്ലിക്കേഷൻസ് ഓഫ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, റൊട്ടേഷൻ മെട്രിക്സ്, അതുപോലെ തന്നെ ഡയഗണലൈസ് ചെയ്യാൻ എങ്ങനെയാണ്, ഒരു മെട്രിക്സ് തന്നാൽ എങ്ങനെ ഡയഗണലൈസ് ചെയ്യും, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും പഠിക്കാൻ എക്സാമിന് പോവുകയും ചെയ്യരുത്. ഫുൾ ഇത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിക്കുക കേട്ടോ. നല്ല ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചോദിക്കാതിരിക്കുകയോ ചെയ്യരുത്. എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.